ഫ്രണ്ട്സ്, 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എൻവയോൺമെന്റൽ സയൻസ് പരിസര പഠനത്തിലെ 7ാമത്തെ യൂണിറ്റായ ദ വേൾഡ് വി ലിവ് ഇൻ, നാം ജീവിക്കുന്ന ലോകം എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട നോട്ടുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻപുള്ള എല്ലാ പാഠഭാഗങ്ങളുടെയും നോട്ടുകളും ഈ ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 3 EVS യൂണിറ്റ്സ് ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിലോ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ പോയി പരിശോധിച്ചാൽ മതി. പാഠപുസ്തകത്തിൽ സമതയും സയാനും എന്തിനെ കുറിച്ചാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? ഭൂമി പരന്നതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലാണോ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് സയാൻ പറയുന്നത്? ഭൂമി പരന്നതാണ് എന്നാണ്. പക്ഷേ സമത എന്താണ് പറയുന്നത്? ഭൂമി പരന്നതല്ല എന്നാണ്. നമ്മൾക്ക് ഭൂമി പരന്നതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലാണോ എന്ന് പരിശോധിച്ചു നോക്കാം, അല്ലേ? ഒരു ചെറിയ ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് തുടങ്ങാം. If you want to draw a complete picture of a house, where is the appropriate place to see the house? ഒരു വീടിന്റെ ചിത്രം പൂർണ്ണമായി കൂട്ടുകാർക്ക് വരയ്ക്കണമെങ്കിൽ എവിടെ നിന്ന് വീട് കാണുന്നതാണ് ഉചിതം? ഫ്രം ഇൻസൈഡ് ദ റൂം, മുറിക്കുള്ളിൽ നിന്ന്. ഫ്രം ദ വരാന്ത, വരാന്തയിൽ നിന്ന്. ഫ്രം ഔട്ട്സൈഡ് ദ ഹൗസ്, വീടിന് പുറത്തുനിന്ന്. എവിടെ നിന്ന് വീട് കണ്ടാലാണ് നമ്മൾക്ക് ആ വീടിനെ മുഴുവനായും വരയ്ക്കാൻ സാധിക്കുക? ഫ്രം ഔട്ട്സൈഡ് ദ ഹൗസ്, വീടിന് പുറത്തു നിന്ന് കണ്ടാലാണ് നമ്മൾക്ക് ആ വീടിനെ മുഴുവനായും വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ where should we travel up to if we want to see the whole earth? ഭൂമിയെ മുഴുവനായി കാണണമെങ്കിൽ നമ്മൾ എവിടെ വരെ യാത്ര ചെയ്യണം? The whole earth can be seen from a distance from the sky. ദൂരെ ആകാശത്തു നിന്നുള്ള കാഴ്ചയിലാണ് ഭൂമിയെ പൂർണ്ണമായി കാണാനാവുക. ദൂരെയുള്ള ആകാശം എവിടെയാണ്? ബഹിരാകാശമാണ്, അല്ലേ? നെക്സ്റ്റ് വൺ, ദ ഷേപ്പ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ആകൃതി. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ എർത്ത് ടേക്കൺ ഫ്രം ദ സ്പേസ്. ബഹിരാകാശത്തു നിന്നും എടുത്ത ഭൂമിയുടെ ചിത്രം നോക്കൂ. ഇൻ ദിസ് പിക്ചർ, ഇൻ വിച്ച് ഷേപ്പ് ഡു യു സീ ദ എർത്ത്? ഈ ചിത്രത്തിൽ ഏത് ആകൃതിയിലാണ് നിങ്ങൾ ഭൂമിയെ കാണുന്നത്? ഏത് ആകൃതിയിലാണ്? റൗണ്ട് ഷേപ്പ്, ഉരുണ്ട ആകൃതിയിലാണ്, അല്ലേ? Can you give some examples for round shaped objects? ഉരുണ്ട ആകൃതിയുള്ള വസ്തുക്കൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറയാമോ? എന്തെല്ലാമാണ്? ബോൾ, പന്ത്. ഗോലി, വാട്ടർമെലൺ, തണ്ണിമത്തൻ. ഓറഞ്ച്, എയർ ബബിൾ, വായുകുമിള. ഗ്രേപ്സ്, മുന്തിരി. പേൾ, മുത്ത്. ബലൂണ്, ലോലിപോപ്പ് തുടങ്ങിയവയെല്ലാം ഉരുണ്ട ആകൃതിയുള്ള വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്തു പറയാം? റൗണ്ട് ഷേപ്ഡ് ഓബ്ജക്ട്സ് ആർ കോൾഡ് സ്ഫിയേഴ്സ്. ഉരുണ്ട ആകൃതിയുള്ള വസ്തുക്കളെ ഗോളം എന്ന് വിളിക്കാം. അപ്പോൾ കുട്ടി എന്താണ് പറയുന്നത്? ബട്ട് വി സീ ദ എർത്ത് ഈസ് ഫ്ലാറ്റ്, ഡോണ്ട് വി? പക്ഷേ ഭൂമി പരന്നതായാണല്ലോ നാം കാണുന്നത്. Can we recognize the shape of the earth by seeing only a small part of it? ഒരു ചെറിയ ഭാഗം മാത്രം കണ്ടാൽ ഭൂമിയുടെ ആകൃതി നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ? Let's find out. നമ്മൾക്ക് ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയാലോ? മെറ്റീരിയൽസ് റിക്വയർഡ്. എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾക്ക് ഈ പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ളത്? ബോൾ, ഒരു പന്ത് വേണം. സിസേഴ്സ്, ഒരു കത്രിക വേണം. മാർക്കർ പെൻ, ഒരു മാർക്കർ പേനയും വേണം. പ്രൊസീജിയർ, ഈ പരീക്ഷണത്തിന്റെ പ്രവർത്തനക്രമം എങ്ങനെയാണ്? Take a plastic ball and mark a square on it. Then cut out that part. ഒരു പ്ലാസ്റ്റിക് പന്തെടുത്ത് അതിലൊരു ചതുരം അടയാളപ്പെടുത്തുക. പിന്നീട് ആ ഭാഗം മുറിച്ചെടുക്കുക. ഒബ്സർവേഷൻ, എന്താണ് നമ്മൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? We can observe that the cut out part is flat. മുറിച്ചെടുത്ത ഭാഗം പരന്നതായി നമ്മൾക്ക് കാണാം. ഇൻഫറൻസ്, എന്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം? If the ball is our earth and the square is our locality, we can't recognize the shape of the earth by seeing only a small part of it. പന്ത് ഭൂമിയും ചതുരം നമ്മുടെ പ്രദേശവും ആയാൽ ഭൂമിയുടെ ആകൃതി നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. നെക്സ്റ്റ്, if the ball is our earth and the square is our locality, can you say the reason why we don't experience the spherical shape of the earth? പന്ത് ഭൂമിയും ചതുരം നമ്മുടെ പ്രദേശവുമാണെങ്കിൽ ഭൂമിയുടെ ഗോളാകൃതി കാഴ്ചയിൽ നമുക്ക് അനുഭവപ്പെടാത്തതിന്റെ കാരണം എന്താണെന്ന് പറയാമോ? The earth is a very big sphere. What we can see from the ground, a very small area of the earth. A small portion of a very large sphere looks flat.
ഭൂമി വളരെ വലിയൊരു ഗോളമാണ്. നമുക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്നത് ഭൂമിയിലെ വളരെ ചെറിയ ഒരു പ്രദേശവും വളരെ വലിയ ഒരു ഗോളത്തിന്റെ വളരെ ചെറിയ ഒരു ഭാഗം പരന്നതായാണ് കാഴ്ചയിൽ അനുഭവപ്പെടുക. നെക്സ്റ്റ്, മെഗല്ലൻസ് ട്രാവൽ, മെഗല്ലന്റെ യാത്ര. ആരാണ് മെഗല്ലൻ? നമ്മൾക്ക് നോക്കാം അല്ലേ. Some sailors had long ago realized that the earth was round. Ferdinand Magellan was the first among them. Magellan and his colleagues set off on a voyage on a sailboat. They travelled throughout in the same direction. The voyage was very slow. After some years, the sailboat ended up at the same place where it started the voyage. ഭൂമി ഉരുണ്ടതാണെന്ന് ചില കപ്പൽ യാത്രക്കാർ വളരെ മുമ്പേ മനസ്സിലാക്കിയിരുന്നു. അവരിൽ ആദ്യത്തെ ആളാണ് ഫെർഡിനൻഡ് മെഗല്ലൻ. മെഗല്ലനും കൂട്ടരും ഒരു പായ്ക്കപ്പലിൽ യാത്ര തുടങ്ങി. ഒരേ ദിശയിലാണ് അവർ സഞ്ചരിച്ചത്. യാത്ര വളരെ പതുക്കെയായിരുന്നു. വർഷങ്ങൾക്കൊടുവിൽ ആ പായ്ക്കപ്പൽ യാത്ര തുടങ്ങിയ സ്ഥലത്തു തന്നെ എത്തിച്ചേർന്നു. മെഗല്ലന്റെ കപ്പലിന്റെ മാതൃക ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ഇനി ഹൗ കുഡ് ദിസ് ഹാവ് ഹാപ്പൻഡ്? എങ്ങനെയായിരിക്കും മെഗല്ലന്റെ ഈ യാത്ര അങ്ങനെ സംഭവിച്ചത്? നമുക്കൊരു പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കാം. A child hold the ball in both hands. Another child start drawing from somewhere in the middle of the ball using the marker pen. The direction went forward. Finally, the line finished where it started. Let us understand the Magellan's voyage was almost like that, and it is possible only because the earth is spherical. ഒരു കുട്ടി ഒരു പന്ത് ഇരു കൈയിലായി പിടിക്കട്ടെ. മറ്റൊരു കുട്ടി പന്തിൽ മധ്യഭാഗത്ത് ഒരിടത്തു നിന്ന് മാർക്കർ പേന ഉപയോഗിച്ച് വരച്ചു തുടങ്ങട്ടെ. ദിശ തെറ്റാതെ മുന്നോട്ടു പോയി ഒടുവിൽ തുടങ്ങിയിടത്തു തന്നെ വര പൂർത്തീകരിക്കുന്നു. മെഗല്ലന്റെ യാത്രയും ഏതാണ്ട് ഇങ്ങനെയായിരുന്നുവെന്നും ഭൂമിക്ക് ഗോളാകൃതിയുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമാകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ്, മോഡൽ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ മാതൃക. ഇഫ് വി മേക്ക് എ സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്, വാട്ട് വിൽ ഇറ്റ് ബി ലൈക്ക്? ഭൂമിയുടെ ഒരു ചെറു മാതൃക ഉണ്ടാക്കിയാൽ അത് എങ്ങനെയിരിക്കും? താഴെയുള്ള ചിത്രത്തിലെ വസ്തു എന്താണ് പറയുന്നത്? ഫ്രണ്ട്സ്, ഐ ആം എ ഗ്ലോബ്. ഐ ആം എ സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്. പ്ലീസ് യൂസ് മീ ടു സ്റ്റഡി അബൌട്ട് ദ എർത്ത്. കൂട്ടുകാരെ, ഞാനാണ് ഗ്ലോബ്, ഭൂമിയുടെ ഒരു ചെറിയ മാതൃക. ഭൂമിയെ കുറിച്ച് പഠിക്കാൻ എന്നെ ഉപയോഗിക്കൂ. നൗ ഷാൾ വി ഒബ്സർവ് ദ ഗ്ലോബ്? ഇനി നമുക്ക് ഗ്ലോബ് നിരീക്ഷിച്ചാലോ? വിച്ച് കളർ ഡു യു സീ ദ മോസ്റ്റ് ഓൺ ദ ഗ്ലോബ്? ഗ്ലോബിൽ ഏറ്റവും കൂടുതലായി കാണുന്ന നിറം ഏതാണ്? ഏതാണ് ഏറ്റവും കൂടുതലായി കൂട്ടുകാർ ഗ്ലോബിൽ കാണുന്ന നിറം? ബ്ലൂ കളർ, നീല നിറമാണ് അല്ലേ? വാട്ട് ഡസ് ദിസ് റെപ്രസെന്റ്? നീല നിറം എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? സീ, കടലിനെയാണ് അല്ലേ? വാട്ട് അബൌട്ട് ദ പാർട്സ് ഇൻ അതർ കളേഴ്സ്? മറ്റു പല നിറങ്ങളിലായി കാണുന്നത് എന്തായിരിക്കും? ലാൻഡ് ഏരിയ, കരഭാഗമാണ് അല്ലേ? ഈസ് ദ ലാൻഡ് ഏരിയ ഓർ ദ സീ ഏരിയ ലാർജർ ഇൻ സൈസ്? കരഭാഗമാണോ കടലാണോ ഏറ്റവും കൂടുതൽ? സീ ഏരിയ ഈസ് ലാർജർ ഇൻ സൈസ്. There is more than twice as much sea as land. കടൽ ഭാഗമാണ് കൂടുതലുള്ളത്. കരഭാഗത്തിന്റെ ഇരട്ടിയിലധികം കടലുണ്ട്. ഇനി മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ക്രോഡീകരിച്ചാലോ? The part illustrated on the globe in blue color is the sea. ഗ്ലോബിൽ നീല നിറത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗം കടലാണ്. The land parts are illustrated in other colors. കരഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് മറ്റു പല നിറങ്ങളിലുമാണ്. The sea area is more than twice the size of the land area. കരഭാഗത്തിന്റെ ഇരട്ടിയിലധികം കടലുണ്ട്. നെക്സ്റ്റ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സ്കൈ. ആകാശം നോക്കാം. ഹാവ് യു ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ? വാട്ട് ആർ ദ സൈറ്റ്സ് ഇൻ ദ സ്കൈ? നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടില്ലേ? എന്തെല്ലാം കാഴ്ചകളാണ് ആകാശത്തുള്ളത്? സ്റ്റാർസ്, നക്ഷത്രങ്ങൾ. ദ സൺ, സൂര്യൻ. എയ്റോപ്ലെയിൻ, വിമാനം. ദ മൂൺ, ചന്ദ്രൻ. ക്ലൗഡ്സ്, മേഘങ്ങൾ. റെയിൻ ഡ്രോപ്സ്, മഴത്തുള്ളികൾ. കൈറ്റ്, പട്ടം. ബേർഡ്സ്, പക്ഷികൾ. റെയിൻബോ, മഴവില്ല്. Where all do you see the sky? Do you see the sky only above your head? Go to the middle of the playground and observe the sky. On which side of you do you see the sky? ആകാശം എവിടെയെല്ലാം കാണുന്നുണ്ട്? തലയ്ക്ക് മുകളിൽ മാത്രമാണോ ആകാശം കാണുന്നത്? സ്കൂൾ മൈതാനത്തിന് നടുവിൽ ചെന്ന് ആകാശം നിരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ ഏതെല്ലാം വശങ്ങളിൽ ആകാശം കാണുന്നുണ്ട്? കൂട്ടുകാർ നിരീക്ഷിച്ചു നോക്കിയോ?
എവിടെയെല്ലാമാണ് കൂട്ടുകാർ ആകാശം കാണുന്നത്? The sky is best seen overhead. We can see the sky even if we look forward, backward and sideways. തലയ്ക്ക് മുകളിൽ ഏറ്റവും നന്നായി ആകാശം കാണാം. മുന്നിലേക്കും പിന്നിലേക്കും വശങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോഴും ആകാശം കാണാൻ സാധിക്കുന്നുണ്ട്. Look at the illustration of the earth and the sky. ഭൂമിയുടെയും ആകാശത്തിന്റെയും ചിത്രീകരണം നിരീക്ഷിക്കൂ. In which parts of the earth do you see the sky? ആകാശം ഭൂമിയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട്? കൂട്ടുകാർ താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ചല്ലോ. ഭൂമിയുടെ ഓരോ ഭാഗത്തും നിൽക്കുന്ന കുട്ടികളെ നോക്കൂ. എന്താണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്? The sky surrounds each of the children in the picture. That is, the earth is surrounded by the sky. ചിത്രത്തിൽ ഓരോ കുട്ടികൾക്ക് ചുറ്റും ആകാശമുണ്ട്. അതായത് ഭൂമിക്ക് ചുറ്റും ആകാശമുണ്ട്. There are other spheres in the sky other than the earth. Aren't there? Which are they? Complete the word sun. ആകാശത്ത് ഭൂമിയെ കൂടാതെ മറ്റു പല ഗ്രഹങ്ങളും ഉണ്ടല്ലോ. ഏതെല്ലാമാണവ? പദസൂര്യൻ പൂർത്തിയാക്കൂ. ആകാശത്തുള്ള മറ്റു ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? Earth ഭൂമി, Moon ചന്ദ്രൻ, other stars മറ്റു നക്ഷത്രങ്ങൾ, Sun സൂര്യൻ. Are the same sides seen in the sky during the day and at night? പകലും രാത്രിയിലും ഒരേ കാഴ്ചകളാണോ ആകാശത്ത് കാണപ്പെടുന്നത്? കൂട്ടുകാരുടെ അഭിപ്രായം എന്താണ്? നമ്മൾക്ക് നോക്കാം അല്ലേ? All objects other than the sun that are ever in the sky are in the sky both day and night. We may not be able to see them with the unaided human eye during the day, but they are there. സൂര്യൻ ഒഴികെയുള്ള എല്ലാ വസ്തുക്കളും ആകാശത്ത് എപ്പോഴും ഉള്ളവ രാവും പകലും ആകാശത്തിലാണ്. പകൽ സമയത്ത് നമുക്ക് അവയെ മനുഷ്യനേത്രങ്ങളാൽ കാണാൻ കഴിഞ്ഞേക്കില്ല, പക്ഷേ അവ അവിടെയുണ്ട്. Which spheres are visible at night and which are invisible during the day? രാത്രിയിൽ കാണപ്പെടുന്നവയും പകൽ കാണപ്പെടാത്തതുമായ ആകാശഗോളങ്ങൾ ഏതെല്ലാമാണ്? Stars and the moon are the spheres that are visible at night but are not visible during the day. നക്ഷത്രങ്ങളും ചന്ദ്രനും രാത്രിയിൽ ദൃശ്യമാകുന്ന ആകാശഗോളങ്ങളാണ്, എന്നാൽ അവ പകൽ ദൃശ്യമാകില്ല. Where are the stars during the day? പകൽ നക്ഷത്രങ്ങൾ എവിടേക്കാണ് പോകുന്നത്? കുട്ടി എന്താണ് ടീച്ചറോട് ചോദിക്കുന്നത്? ടീച്ചർ, why can't we see the stars during the day? ടീച്ചറെ, പകൽ സമയത്ത് നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ടീച്ചർ എന്താണ് പറയുന്നത്? Let us find out through an experiment. വരൂ, നമ്മൾക്കൊരു പരീക്ഷണത്തിലൂടെ കണ്ടെത്താം. നമുക്ക് എക്സ്പെരിമെന്റ് നോട്ട് തയ്യാറാക്കി നോക്കാം അല്ലേ? എന്താണ് നമ്മുടെ പരീക്ഷണത്തിന്റെ ലക്ഷ്യം? Why can't see the stars during the day? എന്തുകൊണ്ടാണ് പകൽ നക്ഷത്രങ്ങളെ കാണാത്തത്? മെറ്റീരിയൽസ് റിക്വയർഡ്. എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്? സ്മോൾ വൈറ്റ് LED ബൾബ്, ഒരു വെള്ള നിറത്തിലുള്ള ചെറിയ LED ലൈറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇനി പ്രൊസീജിയർ. എന്താണ് നമ്മുടെ പരീക്ഷണത്തിന്റെ പ്രവർത്തനക്രമം? Illuminate a small white LED in an open area. Observe the light. Do the same activity in a closed dark room. Observe the difference in the intensity of light. വെളുപ്പ് നിറത്തിലുള്ള ഒരു ചെറിയ LED ലൈറ്റ് സൂര്യപ്രകാശമുള്ള തുറസായ സ്ഥലത്ത് വെച്ച് പ്രകാശിപ്പിക്കുക. വെളിച്ചം നിരീക്ഷിക്കുക. ഇതേ പ്രവർത്തനം അടച്ചിട്ട ഇരുട്ടുമുറിയിൽ വെച്ച് ചെയ്യുക. വെളിച്ചത്തിലുള്ള വ്യത്യാസം നിരീക്ഷിക്കുക. Observation. എന്താണ് നമ്മൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? It is hard to see the LED shining in the open area, but the LED feels more light in closed dark room. തുറസായ സ്ഥലത്ത് LED പ്രകാശിക്കുന്നത് കാണാൻ പ്രയാസപ്പെടുന്നുണ്ട്, പക്ഷേ അടച്ചിട്ട ഇരുട്ടുമുറിയിൽ LEDക്ക് കൂടുതൽ വെളിച്ചം അനുഭവപ്പെടുന്നു. ഇൻഫറൻസ്. എന്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം? Sun is a star, the closest star to Earth. Other stars are very far. We can't recognize the light from them because of the light of the sun. Therefore, other stars cannot be seen during the day. The other stars can be seen at night because there is no sunlight. സൂര്യൻ ഒരു നക്ഷത്രമാണ്, ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം. മറ്റു നക്ഷത്രങ്ങൾ വളരെ ദൂരത്താണ്. സൂര്യന്റെ വെളിച്ചത്തിൽ അവയിൽ നിന്നുള്ള പ്രകാശം തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. അതിനാൽ പകൽ സമയത്ത് മറ്റു നക്ഷത്രങ്ങളെ കാണാനാവുന്നില്ല. രാത്രിയിൽ സൂര്യപ്രകാശം ഇല്ലാത്തതിനാൽ മറ്റു നക്ഷത്രങ്ങൾ ദൃശ്യമാകുന്നു. നെക്സ്റ്റ്, ദ സൺ, സൂര്യൻ.
The sun is a star. It is the star closest to the earth. It is the light from the sun that reaches the earth. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് ഭൂമിയിൽ ലഭിക്കുന്നത്. Can the sun be seen clearly without the aid of instruments? Is it safe to observe the sun directly with the naked eyes? ഉപകരണങ്ങളുടെ സഹായമില്ലാതെ സൂര്യനെ വ്യക്തമായി കാണാൻ കഴിയുമോ? കണ്ണുകൾ കൊണ്ട് നേരിട്ട് സൂര്യനെ നിരീക്ഷിക്കുന്നത് സുരക്ഷിതമാണോ? We can see only the sun's glowing ball of light in the sky without the aid of instruments. Never look directly at the sun with the naked eye because it contains harmful rays that can damage your eyes retina and even cause blindness. ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ആകാശത്ത് തിളങ്ങുന്ന സൂര്യന്റെ പ്രകാശഗോളം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും സൂര്യനെ നേരിട്ട് നോക്കരുത്. കാരണം അതിൽ നിങ്ങളുടെ കണ്ണിന്റെ റെറ്റിനയെ തകരാറിലാക്കുകയും അന്ധത ഉണ്ടാക്കുകയും ചെയ്യുന്ന ദോഷകരമായ രശ്മികൾ അടങ്ങിയിരിക്കുന്നുണ്ട്. How do we know the shape of the sun? സൂര്യന്റെ ആകൃതി എങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കിയാലോ? The activity should be done in the light weather. Select a location that falls sunlight. In a wide bowl, take full of water and arrange it in such a way that sunlight falls on the water. The water should be still in the bowl. Capture the image of reflected sun in the bowl with a camera. Do not look directly into the water in the bowl. വെയിൽ കുറഞ്ഞ സമയത്താണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. സൂര്യപ്രകാശം വീഴുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. വീതി കൂടിയ ഒരു പാത്രത്തിൽ നിറയെ വെള്ളമെടുത്ത് വെള്ളത്തിൽ സൂര്യപ്രകാശം വീഴുന്ന വിധത്തിൽ ക്രമീകരിക്കുക. പാത്രത്തിലെ വെള്ളം നിശ്ചലാവസ്ഥയിലായിരിക്കണം. പാത്രത്തിൽ തെളിയുന്ന സൂര്യബിംബം ഒരു ക്യാമറയിൽ പകർത്തുക. പാത്രത്തിലെ വെള്ളത്തിലേക്ക് നേരിട്ട് നോക്കരുത്. എന്താണ് കാണാൻ സാധിക്കുന്നത്? The shape of reflected sun on water in the bowl is round. പാത്രത്തിലെ വെള്ളത്തിൽ തെളിഞ്ഞ സൂര്യബിംബത്തിന് വൃത്താകൃതിയാണ്. Does the sun always look the same size? എല്ലാ സമയത്തും ഒരേ വലിപ്പത്തിലാണോ സൂര്യനെ കാണുന്നത്? The sun's size is relatively constant, but it can appear to be different sizes depending on where it is in the sky. സൂര്യന്റെ വലിപ്പം താരതമ്യേന സ്ഥിരമാണ്. എന്നാൽ അത് ആകാശത്ത് എവിടെയാണെന്നതിനെ ആശ്രയിച്ച് വ്യത്യസ്ത വലിപ്പങ്ങളിൽ ദൃശ്യമാകും. When does the sun rise and sunset approximately? സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് ഏകദേശം എപ്പോഴാണ്? The sun rises early in the morning and sunsets in the evening. സൂര്യൻ അതിരാവിലെ ഉദിക്കുന്നു, വൈകുന്നേരം അസ്തമിക്കുന്നു. താഴെ നോക്കൂ. Sunrise at morning 7 o'clock. രാവിലെ 7 മണിക്ക് ഉദിക്കുന്ന സൂര്യനാണ് ചിത്രത്തിൽ കാണുന്നത്. അതേപോലെ സൺസെറ്റ് അറ്റ് ഈവനിങ് 5 o'clock. വൈകുന്നേരം 5 മണിക്ക് അസ്തമിക്കുന്ന സൂര്യനാണ് ചിത്രത്തിൽ കാണുന്നത്. The sun is a very large sphere compared to the earth. Since it is so far away, the sun appears small to us when we look at it from the earth. ഭൂമിയെ അപേക്ഷിച്ച് സൂര്യൻ വളരെ വലിയ ഗോളമാണ്. വളരെ ദൂരെ ആയതിനാലാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യൻ ചെറുതായി തോന്നുന്നത്. Let's observe the moon. ചന്ദ്രനെ നിരീക്ഷിക്കാം. The moon, which is the celestial sphere closest to the earth, cannot shine by itself. The moon reflects the sun's light falling on it. This is the reason for the moon's glow and the moonlight at night. ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമായ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതാണ് ചന്ദ്രന്റെ തിളക്കത്തിനും രാത്രിയിലെ നിലാവിനും കാരണം. കൂട്ടുകാർ ചിത്രം നോക്കൂ. രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത്? സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടി ആ പ്രകാശം പിന്നീട് ഭൂമിയിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടി എന്താണ് ചിന്തിക്കുന്നത്? So it is the sun itself that gives the light at night. അപ്പോൾ രാത്രിയിലും വെളിച്ചം തരുന്നത് സൂര്യൻ തന്നെ. How big is the sun? സൂര്യൻ എന്തു വലിപ്പം? നോക്കൂ. Sun, Earth, Moon. Which is the biggest and the smallest? സൂര്യൻ, ഭൂമി, ചന്ദ്രൻ. ഇവയിൽ ഏറ്റവും വലുതേതാണ്? ഏറ്റവും ചെറുതേതാണ്? The sun is the biggest and the moon is the smallest. ഏറ്റവും വലുത് സൂര്യനും ഏറ്റവും ചെറുത് ചന്ദ്രനുമാണ്. കൂട്ടുകാർ ചിത്രത്തിൽ നോക്കൂ. ഏറ്റവും വലിയതേതാണ്? സൂര്യനാണ് അല്ലേ? ഏറ്റവും ചെറുതോ? ചന്ദ്രനാണ്. The earth is bigger than the moon and the sun is bigger than the earth. ചന്ദ്രനേക്കാൾ വലിപ്പം ഭൂമിക്കും ഭൂമിയേക്കാൾ വലിപ്പം സൂര്യനുമുണ്ട്. If we look at the setting sun and the full moon, they will appear to be the
same size. Why is it so? അസ്തമയ സമയത്തെ സൂര്യനെയും പൂർണ്ണചന്ദ്രനെയും നോക്കിയാൽ ഒരേ വലുപ്പമായി തോന്നും. എന്തുകൊണ്ടായിരിക്കാം അത്? നമുക്കൊരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. എന്താണ് നമ്മുടെ പരീക്ഷണത്തിന്റെ ലക്ഷ്യം? ഹൗ ഇസ് ദ സെറ്റിംഗ് സൺ ആൻഡ് ദ ഫുൾ മൂൺ ദ സെയിം സൈസ്? അസ്തമയ സൂര്യനും പൂർണ്ണചന്ദ്രനും ഒരേ വലിപ്പം എങ്ങനെ? മെറ്റീരിയൽസ് റിക്വയർഡ്. എന്താണ് ഈ പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ? എ ബോൾ, ഒരു പന്താണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി പ്രൊസീജിയർ. ഈ പരീക്ഷണത്തിന്റെ പ്രവർത്തനക്രമം എങ്ങനെയാണ്? Place a ball near you and observe the size. Later, place the same ball as far away from you as possible and observe the size from a long distance. ഒരു ബോൾ നിങ്ങളുടെ അടുത്ത് വെച്ച് അതിന്റെ വലിപ്പം നിരീക്ഷിക്കുക. ശേഷം അതേ ബോൾ കഴിയുന്നതും നിങ്ങളുടെ ഏറ്റവും അകലെയായി വെച്ച് ദൂരെ നിന്നും അതിന്റെ വലിപ്പം നിരീക്ഷിക്കുക. ഒബ്സർവേഷൻ. എന്താണ് നമ്മൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? The same ball appear large at first and small later. ഒരേ ബോൾ ആദ്യം വലുതായും പിന്നീട് ചെറുതായും കാണപ്പെടുന്നു. കൂട്ടുകാർ ചിത്രത്തിൽ നോക്കിയല്ലോ. ഇൻഫറൻസ്. എന്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം? The sun is very large but very far from the earth. The moon much smaller than the sun but is much closer to the earth than the sun. Hence, the setting sun and the full moon appears in same size. സൂര്യൻ വളരെ വലുതാണെങ്കിലും ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണ്. പക്ഷേ ചന്ദ്രൻ സൂര്യനേക്കാൾ വളരെ ചെറുതാണെങ്കിലും സൂര്യനെ അപേക്ഷിച്ച് ഭൂമിയോട് വളരെ അടുത്തുമാണ് ഉള്ളത്. ഇതിനാൽ ഇവ ഏകദേശം ഒരേ വലിപ്പത്തിൽ ആകാശത്ത് കാണപ്പെടുന്നു. കൂട്ടുകാർക്ക് ചിത്രം നിരീക്ഷിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ, ഡേ ആൻഡ് നൈറ്റ്. പകലും രാത്രിയും. റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സമത ആൻഡ് ഹർ ഫാദർ ഇൻ അമേരിക്ക. അമേരിക്കയിലുള്ള അച്ഛനോട് സമത സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ. എന്താണ് സമത പറയുന്നത്? ഓക്കെ ദെൻ ഫാദർ, ഐ ഫീൽ സ്ലീപ്പി, ഗുഡ് നൈറ്റ്. എങ്കിൽ ശരി അച്ഛ, എനിക്ക് ഉറക്കം വരുന്നു, ഗുഡ് നൈറ്റ്. അപ്പോൾ അച്ഛൻ എന്താണ് പറയുന്നത്? ഓക്കെ ഡിയർ, ഐ ജസ്റ്റ് റീച്ച്ഡ് ദ ഓഫീസ് ഇൻ ദ മോർണിംഗ്. ശരി മോളെ, ഞാൻ രാവിലെ ഓഫീസിൽ എത്തിയതേ ഉള്ളൂ. ഇനി നോക്കൂ, ഈസ് ഇറ്റ് 10 o'clock ഷോൺ ഓൺ ദ ക്ലോക്ക് അറ്റ് സമദാസ് ഹൗസ് ഈസ് നൈറ്റ് ഓർ ഡേ? സമതയുടെ വീട്ടിലെ ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന 10 മണി രാത്രിയാണോ പകലാണോ? ഈസ് ദ 10 o'clock ഷോൺ ഓൺ ദ ക്ലോക്ക് ഇൻ ഫാദേഴ്സ് ഓഫീസ് ഇൻ അമേരിക്ക നൈറ്റ് ഓർ ഡേ? അമേരിക്കയിലെ അച്ഛന്റെ ഓഫീസിലെ ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന 10 മണി രാത്രിയാണോ പകലാണോ? ഈസ് ദിസ് കറക്റ്റ്? ഇത് ശരിയായിരിക്കുമോ? വൈ ഈസ് ഇറ്റ് ഡേ ടൈം ഇൻ അമേരിക്ക വെൻ ഇറ്റ് ഈസ് നൈറ്റ് ഫോർ അസ്? നമുക്ക് രാത്രിയായിരിക്കുമ്പോൾ അമേരിക്കയിൽ പകലായിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതെല്ലാം അറിയണമെങ്കിൽ കൂട്ടുകാർ അതിനു മുമ്പ് 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, വേർ ഈസ് ദ പൊസിഷൻ ഓഫ് ഇന്ത്യ ആൻഡ് അമേരിക്ക ഓൺ ഗ്ലോബ്? ഗ്ലോബിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും സ്ഥാനം എവിടെയാണ്? കൂട്ടുകാർ ഗ്ലോബ് നിരീക്ഷിച്ചോ? എവിടെയാണ് അമേരിക്കയുടെയും ഇന്ത്യയുടെയും സ്ഥാനങ്ങൾ കൂട്ടുകാർ കാണുന്നത്? The location of India and America is completely opposite to each other. We can't see both countries at a time in the globe. ഇന്ത്യയുടെയും അമേരിക്കയുടെയും സ്ഥാനം പരസ്പരം തികച്ചും വിപരീതമാണ്. ഗ്ലോബിൽ 2 രാജ്യങ്ങളെയും ഒരേ സമയം നമുക്ക് കാണാൻ കഴിയില്ല. ഇനി കൂട്ടുകാർ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? ഈസ് ദ എർത്ത് ഫിക്സ്ഡ് ഇൻ ദ സ്കൈ ഓർ മൂവിംഗ്? ഭൂമി ആകാശത്ത് സ്ഥിരമായി നിൽക്കുകയാണോ അതോ ചലിച്ചുകൊണ്ടിരിക്കുകയാണോ? ദ എർത്ത് ഈസ് നോട്ട് ഫിക്സ്ഡ് ഇൻ ദ സ്കൈ ബട്ട് ഈസ് ഇൻസ്റ്റെഡ് ഇൻ കോൺസ്റ്റന്റ് മോഷൻ. ഭൂമി ആകാശത്ത് സ്ഥിരമായി നിൽക്കുകയല്ല, മറിച്ച് നിരന്തരമായ ചലനത്തിലാണ്. ഇനി നമുക്ക് അമേരിക്കയിൽ രാത്രിയാവുമ്പോൾ നമുക്ക് പകലാവുന്നത് എങ്ങനെയെന്ന് ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്താം. ലെറ്റ്സ് എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാം. എന്താണ് നമ്മുടെ പരീക്ഷണത്തിന്റെ ലക്ഷ്യം? To find out how does the day and night occur? രാത്രിയും പകലും എങ്ങനെ സംഭവിക്കുന്നു എന്ന് കണ്ടെത്തുന്നതിന്. മെറ്റീരിയൽസ് റിക്വയർഡ്. എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്? ഗ്ലോബ്, ഒരു ഗ്ലോബ് വേണം. എമർജൻസി ലാമ്പ്, ഒരു എമർജൻസി ലൈറ്റും വേണം. ഇനി പ്രൊസീജിയർ. എന്താണ് ഈ പരീക്ഷണത്തിന്റെ പ്രവർത്തനക്രമം? ക്ലോസ് ദ വിൻഡോസ് ആൻഡ് ഡോർസ് ആൻഡ് darken the room. Place a globe on the table in the room. Use an emergency lamp as the sun. Illuminate the emergency lamp in such a way that the light falls on the side of the globe with America. Observe whether the light is falling in the side of the globe with India. Now turn the globe slowly in anti-clockwise direction and bring the side with India towards the light. Observe whether the light is still falling in the same place where it fell at first.
Turn the globe again in the same way. മുറിയുടെ ജനലുകളും വാതിലുകളും അടച്ച് ഇരുട്ടാക്കുക. മുറിയിലെ മേശമേൽ ഒരു ഗ്ലോബ് വെക്കുക. ഒരു എമർജൻസി ലൈറ്റ് സൂര്യനായി സങ്കല്പിച്ച് ഉപയോഗിക്കാം. ഗ്ലോബിൽ അമേരിക്ക ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വരത്തക്ക വിധം എമർജൻസി ലൈറ്റ് തെളിക്കുക. ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വീഴുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഇനി ക്ലോക്കിന്റെ ചലന ദിശയ്ക്ക് എതിരായി ഗ്ലോബ് സാവധാനം തിരിച്ച് ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗം ലൈറ്റിന് നേരെ കൊണ്ടുവരിക. ആദ്യം വെളിച്ചം വീണ ഭാഗത്ത് തന്നെയാണോ ഇപ്പോഴും വെളിച്ചം വീഴുന്നത് എന്ന് നിരീക്ഷിക്കുക. വീണ്ടും ഇതേ രീതിയിൽ തിരിച്ചു നോക്കുക. ഒബ്സർവേഷൻ എന്താണ് നമ്മൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? When the emergency light shines on the part of the globe that includes America, the light does not fall on the part that includes India and it feels dark there. When the globe is slowly turned and the part includes India is brought towards the light, it feels dark that includes America where the light fell at first. Again, when the globe is rotated in the same way, darkness is felt on opposite sides of falling light. ഗ്ലോബിൽ അമേരിക്ക ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വരത്തക്ക വിധം എമർജൻസി ലൈറ്റ് തെളിച്ചപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വീഴുന്നില്ല. അവിടെ ഇരുട്ട് അനുഭവപ്പെടുന്നു. ഗ്ലോബ് സാവധാനം തിരിച്ച് ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗം ലൈറ്റിന് നേരെ കൊണ്ടുവന്നപ്പോൾ ആദ്യം വെളിച്ചം വീണ അമേരിക്ക ഉൾപ്പെടുന്ന ഭാഗത്ത് ഇരുട്ട് അനുഭവപ്പെടുന്നു. വീണ്ടും ഗ്ലോബ് ഇതേ രീതിയിൽ തിരിക്കുമ്പോൾ വെളിച്ചം വീഴുന്നതിന്റെ എതിർഭാഗങ്ങളിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇൻഫറൻസ് എന്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം? ഡേ ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സൈഡ് ദാറ്റ് റിസീവ്സ് ലൈറ്റ് ഫ്രം ദ സൺ ആൻഡ് നൈറ്റ് ഓൺ ദ അതർ സൈഡ്. ഡേ ആൻഡ് നൈറ്റ് ആൾട്ടർനേറ്റ് വൈൽ ദ എർത്ത് റൊട്ടേറ്റ്സ്. സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ലഭിക്കുന്ന ഭാഗത്ത് പകലും മറുവശത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ പകലും രാത്രിയും മാറി മാറി വരുന്നു. Stay tuned for the next part. Thanks for watching. If you like this video, please do subscribe and share.